ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നൈറ്റിൽ ഒരു അവാർഡ് ഷോ നടക്കുന്നുണ്ട്. ബേബി അവാർഡ് ഷോ എന്നാണ് പേര്. ഇതിനു മുന്നേ മറ്റുള്ള ഹൗസ്മേറ്റ്സിന് ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. ബിഗ് ബോസ് നൽകിയ 17 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നതായിരുന്നു. ചോദ്യങ്ങളെല്ലാം അവാർഡ് ഷോയിൽ ഏതൊക്കെ കാറ്റഗറിയിൽ ആർക്കൊക്കെ അവാർഡുകൾ നൽകണം എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടായിരുന്നു. എന്തായാലും ലൈവിൽ എല്ലാവരും എക്സാം എഴുതുന്ന പോലെ ചോദ്യത്തിന് ഉത്തരങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസ് പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു കോപ്പി അടിക്കരുതെന്ന്. ആ 17 ചോദ്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കിയാലോ. ചോദ്യം 1. ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകൾ തിരിച്ചറിയുവാൻ സാധ്യതയുള്ള ആ ഫേമസ് ആയ വ്യക്തി ആരാണെന്ന്. ചോദ്യം നമ്പർ 2. ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും ആരാണെന്ന് തിരിച്ചറിയാൻ സാധ്യതയില്ലാത്ത വ്യക്തി ആരാണെന്ന്. ചോദ്യം നമ്പർ 3. ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഏറ്റവും അധികം ഇനോഗ്രേഷൻസ് കിട്ടുവാനുള്ള സാധ്യത ആർക്കാണ് ഉള്ളത്. ചോദ്യം നമ്പർ 4. ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഇനോഗ്രേഷൻ പോലും കിട്ടാൻ സാധ്യതയില്ലാത്ത വ്യക്തി ആരാണെന്ന്. ചോദ്യം നമ്പർ 5. ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നാട്ടുകാർ ചൂലുമായി വരവേൽക്കാൻ നിൽക്കുന്നത് ആരെയാണ്. ചോദ്യം നമ്പർ 6. ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രപ്പോസൽസ് കിട്ടുവാൻ സാധ്യതയുള്ള വ്യക്തി ആരാണ്. ചോദ്യം നമ്പർ 7. ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മുണ്ടയിട്ട് നടക്കേണ്ട അവസ്ഥയുള്ള വ്യക്തി ആരാണെന്ന്. ചോദ്യം നമ്പർ 8. ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ബിഗ് ബോസിന്റെ ഒരു ട്രെയിനിങ് അക്കാഡമി തുടങ്ങുവാൻ സാധ്യതയുള്ള വ്യക്തി ആരാണെന്ന്. ചോദ്യം നമ്പർ 9. ബിഗ് ബോസ് ഹൗസിലെ ഫാഷൻ ഐക്കണായി മാറാൻ പോകുന്നത് ആരാണെന്നായിരുന്നു അടുത്ത ചോദ്യം. ചോദ്യം നമ്പർ 10. ട്രെൻഡ് സെക്ടർ ഓഫ് ബിഗ് ബോസ് ആരാണ് എന്നതായിരുന്നു. ചോദ്യം നമ്പർ 11. ബിഗ് ബോസ് ഹൗസിലെ മാസ് ഡയലോഗുകളുടെ ഉടമയാരാണെന്ന്. ചോദ്യം നമ്പർ 12. ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ലോണ് പോലും കിട്ടുവാൻ സാധ്യതയില്ലാത്ത വ്യക്തി ആരാണ്. ചോദ്യം നമ്പർ 13. ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കിഡ്നാപ്പ് ചെയ്യപ്പെടുവാൻ സാധ്യതയുള്ള വ്യക്തി ആരാണെന്നായിരുന്നു. ചോദ്യം നമ്പർ 14. ബിഗ് ബോസ് ഷോ കഴിഞ്ഞതിന് ശേഷം ഗേറ്റിന് പുറത്ത് ആരാധകരാൽ ചുറ്റപ്പെടുന്ന വ്യക്തി ആരായിരിക്കുമെന്നായിരുന്നു. ചോദ്യം നമ്പർ 15. ഈ ഒരു അവാർഡിന് ശേഷം ഇത് അയാളുടെ ആദ്യത്തെയും അവസാനത്തെയും അവാർഡായിരിക്കുമെന്ന് പറയപ്പെടുന്ന വ്യക്തി ആരായിരിക്കും. ചോദ്യം നമ്പർ 16. അടുത്ത ബിഗ് ബോസ് സീസണിൻ്റെ ക്രിയേറ്റീവ് ഹെഡായി പ്രവർത്തിക്കാൻ പോകുന്ന വ്യക്തി ആരായിരിക്കുമെന്നായിരുന്നു. ചോദ്യം നമ്പർ 17. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആരായിരിക്കും മഞ്ഞപ്പത്രം തുടങ്ങുവാൻ പോകുന്നത് എന്നതായിരുന്നു. എന്തു തന്നെയായാലും ചോദ്യങ്ങളെല്ലാം അതിഗംഭീരം തന്നെ. ഇന്ന് രാത്രി ബേബി അവാർഡ് ഷോ നടക്കുന്നുണ്ട്. അതിൽ ഈ എല്ലാ ചോദ്യത്തിനും ടൈറ്റിൽ വിന്നേഴ്സായി വരുന്നത് ആരാണെന്ന് നമുക്ക് ഇനി കണ്ടറിയാം. കൂടുതൽ ബേബി അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.